Hi, hello everyone. Welcome back to our channel Sibling Squad. ഇന്നെന്ന് പറയുന്നത് നമ്മൾ മൊത്തത്തിൽ ഷൂട്ട് ചെയ്തിട്ടുള്ള ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. രാവിലെ മുതൽ രാത്രി വരെ ഷൂട്ട് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലായിട്ട് പോകാം. അങ്ങനെ രാവിലെ തന്നെ ചായയൊക്കെ കുടിച്ചിട്ടൊരു ക്ലാസ് ഉണ്ടായിരുന്നു. ഉപ്പ രാവിലെ തന്നെ ചായ വെച്ചിട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ബാക്കി വന്നിട്ടുള്ള ചായപ്പൊടിയും ചായയും ബാക്കി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ കഫക്കെട്ട് ആയതുകൊണ്ട് തന്നെ ചായയൊക്കെ കുടി എല്ലാവരും നിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ കട്ടൻ ചായയൊക്കെ കുടിക്കൽ കണ്ടില്ലേ ഗൈസ്. ഇത് ലേഹ്യൻ്റെ ഗൈസ് തന്നെയാണ്. അതെന്ന് വെച്ചാൽ കഫക്കെട്ടിന് നല്ലതാണെന്ന് പറഞ്ഞു. കഫക്കെട്ട് ഒരു വായി തിന്നു കഴിഞ്ഞാൽ വേഗം പോകുന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാങ്ങിച്ചത് കഴിക്കുന്നതാണ്. എല്ലാവർക്കും ഇപ്പോൾ മൊത്തത്തിൽ പാലൊക്കെ കുടിച്ചിട്ട് കഫക്കെട്ടാണ് കേട്ടോ. പിന്നെ ഇത് രാത്രി തന്നെ ഉമ്മ ഉഴുന്ന ദോശ തന്നെയല്ലേ ഗൈസാ, അതിന് വേണ്ടിയിട്ട് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ സ്വബൈന ടൈമിൽ നല്ലോണം പൊന്തി വന്നിട്ടുണ്ടായിരുന്നു. അത് എടുത്തിട്ട് ഇളക്കിയിട്ടാകുമ്പോൾ താണതാണ് കേട്ടോ. അങ്ങനെ പിന്നെ അത് ആ പാത്രം എടുത്തിട്ട് കട്ടൻ ചായ വെക്കാണ്. പിന്നെ എന്താ ഇന്നലത്തെ ചെറുപയറിൻ്റെ കറിയുണ്ട്, അതന്നെ രാവിലെ ഒപ്പിച്ച് പോവാം. പിന്നെ അയിലുണ്ട് കേട്ടോ. ഐസ് പോകാൻ വേണ്ടി കുറച്ച് സമയം എടുക്കും, നല്ലോണം ഫ്രീസായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ആടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ രാവിലെ ചെറുപയർ കൂട്ടിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. ഉച്ചയ്ക്ക് അയിലൊക്കെ പൊരിച്ചിട്ട് കഴിക്കാൻ വിചാരിച്ചിട്ടാണ് പ്ലാനിങ്ങിലുള്ളത് ഗൈസ്. പിന്നെ നമ്മൾ ബ്രെഡ് ഉണ്ടായിരുന്നു, ബ്രെഡും ജാമൊക്കെ തേച്ചിട്ട്. ഈ ബ്രെഡ് എന്ന് വെച്ചാൽ ഭയങ്കര സോഫ്റ്റാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ടോസ്റ്റ് ചെയ്തിട്ട് വേണം അതിലേക്ക് ജാം സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നല്ലോണം സോഫ്റ്റായിട്ട് പൊടിഞ്ഞു പോകുന്നു എന്തോ പോലെയാണ് ഗൈസ്. അങ്ങനെ ബ്രെഡൊക്കെ ടോസ്റ്റ് ചെയ്ത് വെച്ചു, ജാമും കൂട്ടി കഴിച്ച്. പിന്നെ ഇത് നമ്മൾ ദോശ ഇടാണ് കേട്ടോ. ഇവിടെ ഞാൻ രാവിലെ ഞാൻ സ്കൂളിൽ പോകുന്ന ടൈമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് മസാല ദോശ ഉണ്ടെന്ന്. പിന്നെ സ്കൂളിൽ നിന്ന് വന്നിട്ടാണ് മസാല ദോശ തിന്നിട്ടുണ്ടായിരുന്നത്. രാവിലെ ഒരു ടൈമിന് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇങ്ങനെ ഈ ഒരു പാത്രത്തിലാണ് തടിച്ചൊരു ദോശ ഇടുന്നത് കേട്ടോ. പിന്നെ അത് വേണമെന്ന് വെച്ചിട്ട് ഞാൻ നെയ് റോസ്റ്റാണ് തിന്നിട്ടുണ്ടായിരുന്നത് രാവിലെ. നല്ല പാങ്ങുണ്ടായിരുന്നു, നല്ല ക്രിസ്പി ആയിട്ട് നെയ് റോസ്റ്റ് ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബ്രെഡ് ടോസ്റ്റ് ചെയ്യുന്നുണ്ട് ഗൈസ്, കഴിഞ്ഞിട്ടില്ല ഇതുവരെ. അങ്ങനെ ടോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കയ്യിലാന്ന് തോന്നുന്നു. Specialist dosha making by Karni. Sugar added. അങ്ങനെ ഉമ്മ സൈഡിൽ ദോശ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഓളിവിടെ കട്ടൻ ചായ വെക്കുന്നതാണ് കേട്ടോ. കട്ടൻ ചായയിൽ കുറച്ച് പഞ്ചസാര അധികം തന്നെ വേണം. കാരണം ഈ നമ്മൾ നോർമൽ എന്തായിരുന്നത് പാൽ വെച്ചിട്ടുണ്ടാക്കുന്ന ചായയിലാകുമ്പോൾ പഞ്ചസാര അത്ര വേണ്ട. ഈ കട്ടൻ ചായയിൽ പിന്നെ അതുപോലെ തന്നെ കട്ടൻ കാപ്പിയിലൊക്കെ നല്ലോണം പഞ്ചസാര വേണം കേട്ടോ. അങ്ങനെ നമ്മൾ പഞ്ചസാര ഇട്ട് അടിച്ചിട്ട് വെക്കുന്നുണ്ട്. അതിലേക്ക് ചായപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ഓരോരോ സംഭവം ഇങ്ങനെ രാവിലെ ഓരോരോ വിശേഷമാണ് രാവിലത്തെ. പിന്നെ ജാമുണ്ട്, അങ്ങനെ ജാമ് കാണിക്കുകയാണ്. അത് ഫുള്ളുണ്ടായിന് കൂട്ടി തീർന്ന്. അങ്ങനെ ഓരോരോ സംഭവങ്ങൾ ഇങ്ങനെ പറയാണ്ട് കൈ എന്തെന്ന് സംഭവമാക്കുന്ന ചായപ്പൊടി ആയതാണ് കേട്ടോ. പിന്നെ ഇതാ അതിൻ്റെ ഇടയിൽ ഉമ്മ ദോശയൊക്കെ ചുട്ടുകൊണ്ടുണ്ട്. എനിക്ക് ഞാനിപ്പോൾ ഇത് വെയിറ്റ് ചെയ്യാണ്. ഇതിൽ എനിക്ക് നെയ് റോസ്റ്റ് ചൂടാൻ വേണ്ടിയിട്ട് ഞാൻ ഉമ്മയോട് പറഞ്ഞ് വേഗം ദോശ ചുട്ടെടുക്കുന്നത്. അതിൻ്റെ ഇടയിൽ ബ്രെഡൊക്കെ ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ജാമ് ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ ഓരോരോ ബ്രെഡ് എടുത്തിട്ട് എന്താ പറയുന്നത് ജാമ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. മറ്റാൽ ഭയങ്കര സോഫ്റ്റ് ആയിട്ടാകുമ്പം ഇങ്ങനെ കുഞ്ഞു പോകുന്നിട്ടാ ബ്രെഡ്. നിങ്ങളിപ്പോൾ വിചാരിക്കും ജാം എത്രയൊക്കെ ഉണ്ടെന്ന്. ശരി തന്നെയാണ്, അത് 1/2 kg ജാമുണ്ട്. പക്ഷേ കുറച്ച് നാളായി എന്തായിട്ട് നമുക്ക് ഇങ്ങനെ വാങ്ങിയെങ്കിൽ കുറേ നാൾ പോവും. ഇത് മിക്സഡ് ഫ്രൂട്ട്സ് ജാമാണ്. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിന്. നമ്മളല്ലെങ്കിൽ വേറെ ബ്രാൻഡാണ് വാങ്ങലുണ്ടായിന്, കിസാൻ്റെ കേട്ടോ. അതും അടിപൊളിയാണ്. ഇതും നല്ല ഉണ്ടായിന്. അങ്ങനെ ജാമൊക്കെ ഇട്ട് സെറ്റാക്കാണ്. രാവിലെ എന്തായിട്ടും ഇപ്പോൾ ഇങ്ങനെ നോർമലായിട്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആണിട്ട് നമ്മൾ ഉണ്ടാക്കൽ. അങ്ങനെയല്ല, കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ നല്ല ഫുഡൊക്കെ കഴിക്കും. രാവിലെ എണിച്ചപ്പാട് നിസ്കരിച്ചപ്പാട് നമ്മൾ ചായ അങ്ങനെ കുടിക്കുന്നൊരു ശീലമുണ്ട്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഒരു തോന്നൽ വേണം, അന്ന് അങ്ങനെ ആക്കിയിട്ട് കുടിക്കും. ഇന്നെന്തായിട്ടും ഉപ്പാക്ക് മാത്രം കട്ടൻ ചായ നമ്മൾ കുടിക്കുന്നതല്ല. നമുക്ക് പാല് അത്ര നല്ല കുടിക്കാൻ കഴിയാത്ത അവസ്ഥയായതുകൊണ്ട് ഉപ്പ പാൽ വെച്ചിട്ട് കട്ടൻ ചായയാണ് കുടിക്കുന്നത്. ഇപ്പോൾ പാലിന് എല്ലാവർക്കും മൊത്തത്തിൽ കഫക്കെട്ടായിട്ടുള്ളതാണ്. തൊണ്ടക്കൊന്നും സുഖമില്ലായിരിക്കും തന്നെ ഗൈസ്.
സൗണ്ടിൽ അങ്ങനെ മാറ്റമൊന്നും തോന്നില്ല, പക്ഷെ നമുക്ക് ഭയങ്കര കഫക്കെട്ടാണ് ഉള്ളിലുള്ളത്. അത് ഹോസ്പിറ്റലൊക്കെ കാണിച്ച് ഗുളികയൊക്കെ കഴിക്കുന്നുണ്ട്. അങ്ങനെ ഇത് ഞാൻ സ്കൂളിലേക്ക് പോകുന്ന ടൈം നമുക്ക് നെയ് റോസ്റ്റ് ഉണ്ടാക്കി തന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നെയ് റോസ്റ്റ്, ആഗി റോസ്റ്റ് അങ്ങനെ പറയാം. എനിക്ക് ഇഷ്ടം എന്തായിട്ട് തടിച്ച ദോശേനെക്കാട്ടും ഇഷ്ടം ഇങ്ങനെ നേരിയ സ്ലിമ്മായിട്ട് നല്ല ക്രിസ്പി ടൈപ്പിലൊരു ദോശയാണ് എനിക്കും ഓക്കും ഇഷ്ടം. അതുകൊണ്ട് രാവിലെ ചെറുപയറൊക്കെ കൂട്ടി സെറ്റാക്കി കഴിച്ച് കറിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ ഇത് ഉമ്പ്രക്ക് കൊണ്ടുവന്ന ഈത്തപ്പഴണ്ടായിന് അങ്ങനെ പിന്നെ രാവിലെ ദോശ ഇങ്ങനെയൊക്കെ മെസ്സാക്കി എടുക്കും. അതിപ്പോൾ എല്ലാവരുടെ വീട്ടിലെ അവസ്ഥ ഇങ്ങനെ തന്നെയായിരിക്കും. പിന്നെ അതിനിടയിൽ ഉമ്മ അതിലൊക്കെ മുറിച്ച് സെറ്റാക്കി തന്നിട്ടുണ്ട്. ശേഷം ലഞ്ച് ടൈമാണ് കേട്ടോ. രാവിലത്തെ നമ്മളെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിന്, അടിക്കലും വൃത്തിയാക്കലും പാത്രം അങ്ങനത്തെ എല്ലാ പണി കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചക്ക് നമ്മൾ ഫുഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് ഞാനാണ് ഇപ്പോൾ കറി ഉണ്ടാക്കുന്നത്. നമ്മൾ സെറ്റാക്കി തന്നിട്ടുണ്ടായിന്, അതിലൊക്കെ മുറിച്ച് തന്നിട്ട് പിന്നെ ഓള് ക്ലാസ്സിന് പോയിട്ടുണ്ടായിന്. അതിൻ്റെ ഇടയിൽ ഈ പാത്രം വെച്ചുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ട്. ഇത് കത്തുന്ന ഒരു ടൈപ്പാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലൊരു പുക വന്ന് അത് ഇങ്ങനെ പുക വന്ന് ഭയങ്കര കറുപ്പ് കളറായി അങ്ങനെയൊക്കെ എന്തൊക്കെ സംഭവിച്ചാൽ ഞാൻ ഗ്യാസൊക്കെ ഓഫ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ കറി പലതരത്തിലും കുറേ ആളുണ്ടാക്കും. ഞാൻ ചില എന്തായാലും മുറിച്ചിട്ടിട്ട് അതിൽ തന്നെ മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് വെക്കും. നമ്മളെ ഫാമിലി അധികം അങ്ങനെ തന്നെയാണ് വെക്കൽ. പക്ഷെ ഞാൻ വെക്കൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഉള്ളിയൊക്കെ വാട്ടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കൽ. അപ്പം അത് ഓരോരോ രീതി അനുസരിച്ചിട്ടാണ് ഉണ്ടാക്കല്. ഓരോരോ രീതിയിലാണ് ഓരോരോ ടേസ്റ്റാണ് കേട്ടോ വരുന്നത്. അത് ശരിയാണ്, ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം ഞാൻ ഉണ്ടാക്കല് ഉള്ളിയൊക്കെ ഭയങ്കര സോട്ടാണ്ടൊന്നും ആവശ്യമില്ല. ഫസ്റ്റ് മീൻ കറിയല്ലേ, എന്തായിട്ട് വെളിച്ചെണ്ണ കൂട്ടാൻ നോക്കുക. കുറച്ച് വെളിച്ചെണ്ണയും പിന്നെ അതിലേക്ക് ഉലുവയും പിന്നെ ഒരു ഹാഫ് ഉള്ളിയും പിന്നെ ഒരു 2 മീഡിയം സൈസുള്ള തക്കാളിയും പിന്നെ 4-5 പച്ചമുളകും പിന്നെ ചെറിയ കണ്ട് ഇഞ്ചിയും പിന്നെ തക്കാളിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തതാണ്. പിന്നെ ഇതിലേക്ക് പുളി ആഡാക്കിയിട്ടുണ്ട്. 2 പീസ് കുടംപുളിയാണ് ഗൈസ്. പുളി ഉണ്ടെങ്കിൽ മീൻകറിക്ക് കുറച്ചും കൂടി ടേസ്റ്റ് എന്തായിട്ടും ഉണ്ടാവും. അതിന് വേണ്ടിയിട്ട് കുറച്ചധികം തന്നെ പുളി എന്തായിട്ടും ഇട്ടുകൊടുക്കലുണ്ട്. പിന്നെ ഓരോരാൾക്ക് പുളി നല്ലോണം വേണം കേട്ടോ. നമ്മളുടെ ഉപ്പാക്ക് നല്ലോണം പുളി വേണം. പിന്നെ നമുക്ക് നോർമലായിട്ട് മതി. പിന്നെ നമുക്കും നല്ല ഇഷ്ടമായിട്ട് ആ പുളി ഇട്ടിട്ടാകുമ്പോൾ അങ്ങനെ ഇത് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ച് അങ്ങനെ കുറച്ച് കഴിഞ്ഞ് തുറന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ആ പുളിയൊക്കെ ഒന്ന് നല്ല രീതിയിലൊന്ന് അടച്ചിട്ട് പിന്നെ തക്കാളിയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അടച്ചു കൊടുക്കുക. പിന്നെ ഇത് നമുക്ക് കുറച്ച് പൊടികളാണ് ആഡ് ആക്കാനുള്ളത്. മഞ്ഞൾ പൊടി ആദ്യം തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് മുളകിൻ്റെ പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അയച്ചാൽ ചെറിയ സ്പൂണാണ്, ടീസ്പൂണാണ് ഗൈസ്, ടേബിൾ സ്പൂൺ അല്ല. അപ്പം അങ്ങനെ മുളടിക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ ഇടേണ്ടി വരും. പിന്നെ മല്ലിപ്പൊടി അങ്ങനെ അത് പിന്നെ എല്ലാവർക്കും അറിയുന്നത് തന്നെ ആയിരിക്കും. പിന്നെ നമ്മൾ ഒരു ക്വാണ്ടിറ്റി അനുസരിച്ചായിരിക്കും മുളടിക്ക് ഇടേണ്ടത്. അപ്പം അങ്ങനെ പിന്നെ തിക്കിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. അങ്ങനെ ഞാനുണ്ടാക്കും കുറച്ച് ലൂസിലാണ് ഉണ്ടാക്കൽ, നല്ല ടേസ്റ്റ് ഉണ്ടാകാറുണ്ട്. അങ്ങനെ മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾ പൊടിയും ഒക്കെ ഇട്ടിട്ട് ഇത്ര പൗഡേഴ്സ് തന്നെയാണ് മുളകറിക്ക് ആവശ്യമുള്ളത്. അങ്ങനെ അത് മൊത്തത്തിൽ ഈ തന്നെ ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. പിന്നെ അതിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ അതിനെല്ലാം മൂപ്പിച്ചെടുക്കുക. പിന്നെ ആവശ്യത്തിന് എത്ര ഗ്രേവി വേണം അതിനനുസരിച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ നല്ലോണം തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ മീൻകറി മൊത്തം നല്ല തളിച്ച് വന്നിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നമുക്ക് ഫിഷ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഇന്ന് അയിലായതുകൊണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ മീൻ ഇട്ട ശേഷം ഇട്ടെങ്കിൽ പ്രശ്നമില്ല. പിന്നെ ഞാൻ കൈ വെച്ചിട്ടുണ്ടായിന് അങ്ങനെ അതിലേക്ക് ഇട്ട് കൊടുത്തിയാണ്. പിന്നെ ഇതിലേക്ക് മീൻ എന്തായാലും കുറച്ചധികം തന്നെ ആഡ് ചെയ്യാൻ നോക്കാം. നമ്മൾ ഇപ്പോൾ ഇന്ന് അയിലാണ് ഉണ്ടായത്, അതുകൊണ്ട് അയില മുളകറി വെച്ചാട്ടെ. ഇപ്പോൾ എല്ലായിടത്തും ഭയങ്കര സീസൺ എന്തോ അയിലൻ്റെ, അങ്ങനെ അയില നല്ല ടേസ്റ്റ് ഉണ്ട്. അയില ഫ്രൈ ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. കറിയും ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞങ്ങൾക്ക് ഇഷ്ടം കറി ഞാൻ കൂട്ടും.
അങ്ങനെയൊക്കെയാണ് ഗൈസ്. ഇപ്പോൾ ഇതാ നമ്മളിലേക്ക് മീനും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഒരു അതിലേക്ക് അങ്ങനെ വേവില്ലല്ലോ, ഒരു 5 മിനിറ്റ് നമുക്ക് ഒന്ന് തിളപ്പിച്ചിട്ട് ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മളെ അയിലക്കറി സെറ്റായി. ഇനിയിപ്പോൾ അയില പൊരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മീനിലേക്ക് വരയൊക്കെ ഇട്ട് കൊടുത്തിട്ട് അത് ഉള്ളിലേക്ക് മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. വരയൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ വിനാഗിരി ഫസ്റ്റ് തന്നെ കുറച്ച് വിനാഗിരി ഇട്ടിട്ട് ഉപ്പ് ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ മീൻ്റെ ഒക്കെ മണം സ്മെല്ല് അത് വെച്ചാൽ പിന്നെ അതിലൊക്കെ വലിയ മണോ സ്മെല്ലോ കാര്യമൊന്നുമില്ല, എന്നാലും ഉണ്ടാകലുണ്ട്. പക്ഷെ നമ്മൾ ഉണ്ടാവില്ല, നമ്മത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നോണ്ടില്ലാത്തതാണ്. എന്തായിട്ട് ഇങ്ങനെ ചെയ്യലുണ്ട്. അപ്പോൾ സിർക്കത്ത് നല്ലതല്ല. പിന്നെ ലെമൺ പിഴിഞ്ഞ് കൊടുക്കാട്ടോ. ലെമൺ ഉണ്ടായിന് പക്ഷെ സിർക്കാന്ന് ഞാൻ അധികം ഇട്ട് കൊടുക്കൽ. അങ്ങനെ നമുക്കിപ്പോൾ എത്ര ആളനുസരിച്ചിട്ട് ഞാൻ അങ്ങനെ അയിലെടുത്തതാണ്. അതിലേക്ക് പിന്നെ അറിയുന്നത് തന്നെ സാധാ നല്ല മസാല ഒന്നും ഉണ്ടാക്കുന്നത്, സാധാ എല്ലാവരും വീട്ടിലുണ്ടാക്കുന്ന നോർമലായിട്ട്. പിന്നെ മീൻ പൊരിച്ച് എനിക്ക് ഇങ്ങനെയൊക്കെയല്ലേ ഉണ്ടാക്കാൻ പറ്റും. അത് ചിക്കൻ ഫ്രൈ ഒക്കെ ആകുമ്പം കുറച്ച് വെറൈറ്റി ആയിട്ട് ഫ്രൈ ചെയ്യാൻ പറ്റും. ഇങ്ങനെ ആകുമ്പോൾ അതിലേക്ക് ഇങ്ങനെയാണ് കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് ആവശ്യത്തിന് മുളക് പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, സിർക്ക ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞാണ് പൊരിക്കൽ. പിന്നെ ഇത് പൊരിക്കുന്ന വീഡിയോ എടുത്തിട്ടില്ല, അങ്ങനെ മിക്സ് ചെയ്ത് വെക്കുന്ന മാത്രമേ വീഡിയോ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് എല്ലാ പൊടി ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കും. അതിൻ്റെ ഇടയിൽ പിന്നെ അവൾക്ക് എക്സാം ആയിട്ട് ഉച്ചവരെയാണ് ക്ലാസ്. അപ്പോൾ ഉരുളക്കിഴങ്ങ് വാങ്ങിച്ചിട്ട് തന്നെ വന്നിട്ടോ. അന്നിടെ മീൻകറി ദോശക്ക് അങ്ങനെ ഉച്ചക്ക് ചോറ് വെച്ചിട്ടാണ്. അപ്പോൾ അതിന് മീൻകറി മീൻ പൊരിച്ചൊക്കെ ഉണ്ടായിന്. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ സ്കൂളിൽ നിന്ന് വന്നിട്ട് അമ്മ എനിക്ക് നല്ല വിശപ്പുണ്ടായിന്. അപ്പോൾ ബ്രെഡും ജാമും തന്നെ, അപ്പോൾ ഉള്ള ബ്രെഡ് ജാമാക്കി തരാമെന്ന്. പിന്നെ ഞാൻ ഉരുളക്കിഴങ്ങ് കൊണ്ടിട്ടുണ്ടായിരുന്നു, പൊട്ടാറ്റോ. എന്ന് വെച്ചാൽ നല്ല മസാല, അതായത് മസാല ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുള്ളിൽ മസാലയ്ക്ക് വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങ് കൊണ്ട് തന്നെ വന്നതാണ് കേട്ടോ. ഭയങ്കര തിന്നണം എന്നുണ്ടായിന്, അങ്ങനെ ഞാൻ അതുകൊണ്ട് വന്നതാണ്. അതിന് വേണ്ടിയിട്ട് ബാജിയല്ല, അതിൻ്റെ ഉള്ളിലത്തെ മസാലയ്ക്ക് വേണ്ടിയിട്ട് ഉള്ളി കട്ടാക്കുന്നതാണ്. പിന്നെ നമ്മൾ കുക്കറിൽ നമ്മൾ വിസിലടിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിൻ്റെ കൂടെ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ളി കട്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇഞ്ചി ചെറിയ പീസ് എടുത്തിട്ടുണ്ട്, അത് കുഞ്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ 2 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നല്ലപോലെ ഇഞ്ചി ഒന്ന് ചതച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഉരുളക്കിഴങ്ങ് വേവാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഒന്ന് നല്ലോണം സ്മാഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഉള്ളിയും ഇതെന്ന് പറയുന്നത് കടുകൊക്കെ പൊട്ടിച്ച് എണ്ണ വെച്ചിട്ട് അതിലേക്ക് ഉള്ളിയിട്ട് പച്ചമുളകെല്ലാം ഒന്നിച്ച് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കുറച്ചൊന്ന് നല്ലോണം വഴറ്റിയെടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇതൊന്ന് മിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം വേണ്ടി വരും. എന്തായിട്ടും മഞ്ഞൾ പൊടി ആഡ് ചെയ്യണം കേട്ടോ. മഞ്ഞൾ പൊടിയും ഉപ്പ് മാത്രം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മതി, വേറെ ഒരു മസാലപ്പൊടിയിലേക്ക് ആഡ് ആക്കേണ്ട ആവശ്യമില്ല. കണ്ടില്ല, മഞ്ഞൾ പൊടിയും കുറച്ചധികം തന്നെ ആഡ് ആക്കുക. കാരണം ഇതിൻ്റെ ഉള്ളിൽ ചില ആൾ പലതരത്തിലുള്ള മസാലയാണ് ഉണ്ടാക്കൽ. ചില ആൾ ബീട്രൂട്ടൊക്കെ ഇട്ടിട്ടാക്കും. നമ്മൾ പല ഹോട്ടലൊക്കെ പോയിട്ട് നമുക്ക് കാണാൻ പറ്റും, ചില ബീട്രൂട്ടൊക്കെ ഇട്ടിട്ടുണ്ടാവും ചിലയിൽ. നമ്മളിപ്പോൾ നോർമലായിട്ട് തന്നെ പൊട്ടാറ്റോ വെച്ചിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഇതൊന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം ഇച്ചിരി കൂട്ടിയതാണ് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ആ പൊട്ടാറ്റോ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ പൊട്ടാറ്റോ നല്ലോണം ഉടക്കണം എന്നില്ല, അതിൽ തന്നെ ഉടയും. നല്ലോണം വെന്തതാകുമ്പോൾ അതിൽ തന്നെ ഉടയുമല്ലോ. എന്നിട്ട് നമുക്ക് നല്ലോണം നിന്നൊന്ന് മിക്സ് ചെയ്യാം.
ഫസ്റ്റത്തെ മസാല സക്സസ്ഫുൾ ആയിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത്തെ ചൂടാണ്. ഇപ്പോൾ ഇത് ചൂടനെ ചൂടണം കേട്ടോ. അങ്ങനെ നമ്മൾ മൂന്നാൾക്ക് വേണ്ടിയിട്ട് 3 ഉണ്ടാക്കുകയാണ്. അങ്ങനെ നമ്മൾ സക്സസ്ഫുള്ളി എന്താ ഗൈസ് നല്ല അടിപൊളിയായിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട്. മസാല നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി എന്താ പറയുന്നത്, നിങ്ങൾ എന്തായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ സാധാരണ ഉഴുന്നോശ ഉണ്ടാക്കുന്ന അരിയിൽ തന്നെ ഉണ്ടാക്കുന്നതാണല്ലോ. മീൻസ് നമ്മൾ ദോശ ചൂടുന്ന അരിയിൽ തന്നെയാണ് ഉഴുന്നോശയെല്ലാം ഉണ്ടാക്കേണ്ടത്. പിന്നെ ഈ മസാല ആക്കാൻ പണിയൊന്നുമില്ല, സിമ്പിളാണ് പറഞ്ഞതല്ലോ. എന്നിട്ട് ഇതാ നമ്മൾ രണ്ടാമത്തെ ദോശയും റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ മസാല നല്ല പരത്തിയിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ടാകുമ്പോൾ ക്രിസ്പി ആയിട്ട് വരുന്ന സമയത്ത് മറിച്ചിടുക കേട്ടോ. അപ്പോൾ അതിന് കുറച്ചും കൂടി ടേസ്റ്റ്. അങ്ങനെ ഇതാ നമ്മളെ രണ്ടാമത്തെ മസാല ദോശയും റെഡി ആയിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് ഉച്ചക്കത്തെ വിശേഷം എന്ന് പറയുമ്പോൾ. പിന്നെ നിസ്കരിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നിസ്കാരം കാര്യങ്ങളൊക്കെ അതിനിടയിൽ നടക്കുന്നുണ്ട്. പിന്നെ നല്ല കോഫിയും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കഫക്കെട്ടായതുകൊണ്ട് ലൈറ്റായിട്ട് വെച്ചാന്നിട്ടാ. എന്താ വെച്ചാൽ കുടിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഇത് നല്ലോണം തളിച്ച് വന്ന് പിന്നെ എന്താണ് ഇത്രയാണ് ഗൈസ്. ഇത് ബാക്കി വന്നിട്ടുണ്ട്. അത് വയ്യ ചവരിപ്പ് ഓർക്ക് ചുട്ട് കൊടുക്കണം. അങ്ങനെ പിന്നെ നമ്മൾ ചാടിക്കാൻ ഉമ്മക്ക് കഫക്കെട്ട് നല്ലോണമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉമ്മ കട്ടൻ ചായ വേണമെന്ന് പറഞ്ഞതാണ് കട്ടൻ ചായ കുടിക്കാന്ന്. അങ്ങനെ റസ്ക്കും കൂടി ഉണ്ടായിട്ടാ. പിന്നെ നമ്മൾ ടൗണിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവാന്ന്. അതിൻ്റെ ഇടയിൽ വൈകുന്നേരം പിന്നെ നമുക്ക് ഡ്രസ്സ് അങ്ങനെ കുറച്ച് പർച്ചേസിങ് ഒക്കെ ഉണ്ടായിന്. അങ്ങനെ ഇപ്പോൾ ഓരോരാളായിട്ട് റെഡി ആവുന്നതാണ്. പിന്നെ എവിടെ പോകുന്ന വെച്ചാൽ ഡ്രസ്സ് എടുക്കാൻ ജുഡിയോയിലാണ്. അത് വെച്ചാൽ പയ്യന്നൂരായിട്ട് വരും. നമ്മധികം ഡ്രസ്സ് എടുക്കൽ കാസർഗോഡ് നിന്ന് അങ്ങനെയാണ്. നമുക്കല്ല ആണുങ്ങൾക്ക് എടുക്കൽ. പിന്നെ എൻ്റെ എടുക്കൽ അധികം ജുഡിയോയിൽ പോയിട്ടാണ്. അവിടെ ആകുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ചൂസ് ചെയ്തിടുക. അങ്ങനെയൊന്നും ഒരു പ്രശ്നമില്ല. നമുക്ക് പിന്നെ എന്ത് സെലക്ട് ചെയ്തിട്ട് എല്ലാം അവിടെ ഉണ്ട്. എന്തായിട്ടും എല്ലാം അവിടെ കിട്ടുന്നുണ്ട്. അങ്ങനെ നമുക്ക് ഇഷ്ടമില്ല നോക്കിയിട്ട് എല്ലാം ഇഷ്ടമുള്ള ഇടുക. പിന്നെ നമ്മളങ്ങനെല്ലാം റെഡി ആയിട്ട് പോവാണ്. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ റോഡ് പണിയൊക്കെ നടക്കുന്നുണ്ട് തന്നെ. വെയ്യൊക്കെ മനസ്സിലാകുന്നില്ല. ഫുള്ള് മെസ്സായിട്ട് കിടക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പാലമൊക്കെ വരുന്നതുകൊണ്ട് റോഡൊക്കെ ഫുള്ള് പണിയെടുക്കുന്ന തിരക്കിലാണ്. രാത്രിയും കൂടി അവിടെ അങ്ങനെ അമ്മ സ്റ്റുഡിയോയിലേക്ക് എത്തിയിട്ടുണ്ടാ. ഞാൻ ആദ്യമായിട്ട് കാണുന്ന സ്റ്റുഡിയോ നല്ല ഉണ്ട് ഗൈസ്. നല്ല കളക്ഷനായിട്ടും നല്ല സെലക്ഷനും എല്ലാം അവിടെ ഉണ്ട്. അത്ര അഫോർഡബിൾ റേറ്റും ആണ്. അങ്ങനെ പറയാം. അല്ല 999 അങ്ങനെ വരുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് കുറവ് പോലെ. എന്നാലും വേർത്തായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്നാലും മേക്കപ്പ് പ്രൊഡക്ട്സ് ഒക്കെ കുറച്ച് കുറവുണ്ട്. ഇതിനൊക്കെ നല്ല റേറ്റൊക്കെ കാര്യങ്ങളുണ്ട്. ഡ്രസ്സിനൊക്കെ നോർമൽ ആയിട്ട് വരുന്നത് തന്നെ. പക്ഷെ നല്ല ഉണ്ട് കളക്ഷൻ ഒക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് ഇപ്പം നമ്മൾ ഡ്രസ്സ് നമ്മൾ ട്രൈ ആക്കിനി. ഇത് തന്നെയാണ് ഇതിൻ്റെ ബ്ലാക്കാണ് നമ്മൾ രണ്ടാൾ ട്രൈ ആക്കിയിട്ടുണ്ടായിരുന്നു. അതായത് ഇതേപോലെ ഞാൻ ഇപ്പോൾ പറഞ്ഞത് നമുക്ക് എന്ത് സ്കിൻ ടോണിന് പറ്റിയ ചൂസ് ചെയ്തിട്ട് നമുക്ക് തന്നെ എടുക്കാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെയാണ് ഏറ്റവും നല്ലത് തോന്നിയത്. ലിപ്സ്റ്റിക് ഷെയ്ഡാണെങ്കിലും എല്ലാം നമുക്ക് ഇഷ്ടമുള്ള ഇട്ടിട്ട് നോക്കിയിട്ട് എടുക്കാം.
അവരിലാണ് മീറ്റാണുള്ളത്. ഞാനും ഓൾ മാത്രത്തായിരുന്നു. ഞാൻ ഐലിനറൊക്കെ എഴുതിയിട്ടുണ്ട്. എങ്ങനെയാണെന്ന് പറയാം ഗൈസ്, കമൻറ്റ് ഒക്കെ. ഇവിടുന്ന് കാണാൻ നല്ലൊരു ഭംഗിയുണ്ടോ വേണേ ബാ മീറ്റ് പോയിക്കോ മീറ്റ് വാഴയുടെ കുറേ വേയിപ്പിക്കല്ല അങ്ങോട്ട് മീറ്റ് പോവാം. പോവാൻ തോന്നുന്നു. ഗൈസ് അടിപൊളിയാണ്. എന്നതാ ഞാൻ കണ്ണെഴുതിയിട്ടുണ്ട് നോക്കുക. അത് പൈലൈനർ വേണ്ടായിരുന്നു ഹിസ്റ്ററിയാണ് അല്ലാണെന്ന് തന്നെ ചാറ് നിങ്ങളാണ് എത്ര ബേജാറുണ്ട്. ആര് പേര് പറയാം. നമുക്ക് ഒരു മീത്ത പോവാണ് കേട്ടോ. ഈ ഡ്രസ് ട്രൈ ആക്കിയതാണ്. അങ്ങനെ നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ പോവാണ്. അപ്പം ഇത്ര തന്നെയാണ് ഗൈസിന് അടുത്ത വീഡിയോ. പിന്നെ നമ്മൾ കുറച്ച് സാധനം വാങ്ങാനല്ല, ഉപ്പാക്ക് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നില്ല സ്റ്റുഡിയോന്ന്. ഉപ്പാക്ക് വലിയ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഇവിടെ ട്രെൻഡ്സ് ഉണ്ട് കേട്ടോ. ട്രെൻഡ്സ് എടുത്തിട്ട് ആടുന്ന ഡ്രസ്സ് പിന്നെ അത് നമുക്ക് കാണിക്കാൻ കഴിഞ്ഞിട്ടാണ്. ഞാൻ ഇവിടെ വന്നിട്ട് അത് വീഡിയോ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനൊരു ഡ്രസ്സ് ഒന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് അതും നമുക്ക് കിട്ടിയിട്ടുണ്ടായിട്ടാ. അപ്പം അങ്ങനെ ഈ ഒരു മാളിൻ്റെ ഉള്ളിലില്ലേ കുറേ സെക്ഷനും കുറേ ബ്രാൻഡ് ഷോപ്പും ഉണ്ട്. മാക്സ് ആയിട്ടും പിന്നെ കുറേ തരം ഡിഫറെൻറ്റ് ഷോപ്സ് ഒക്കെ ഉണ്ട്. പിന്നെ നമ്മൾ നേരെ ഒന്നും ശരിയാകുന്നില്ല. അങ്ങനെ നമ്മൾ നേരെ സൂപ്പർ മാർക്കറ്റിൽ കയറി അടുത്ത് തന്നെ ആ ഒരു ഇവിടെ നല്ല നല്ല ചൂട് നമുക്ക് ഓവനിൽ സ്റ്റീം ചെയ്തിട്ടുള്ള ഫുഡൊക്കെ കിട്ടും ഗൈസ്. അങ്ങനെ ഇപ്പോൾ ഇവിടുന്ന് ഈ സാധനം എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടു. ഉള്ളിൽ ചീസും ചിക്കനൊക്കെ വരുന്നത് പൈസക്ക് അത്ര വർത്തില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളൊക്കെ പബ്സും ചിക്കൻ വേറൊരു സാധനം ചീസില്ല നല്ല പാങ്ങുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ. പക്ഷെ ഓയിൽ അധികമാണ്. ഗൈസ് ഇവിടെ ഇതൊരു ലേസ് എടുക്കുന്നതിന് പ്ലാൻ ആയിട്ടില്ല. ഇതൊക്കെ ഞൊണ്ണിലൊട്ടി കുടിക്കുന്നത്. വീറ്റ് റസ്ക് ഉണ്ട്, ജീര റസ്ക് ഉണ്ട്, മിൽക്ക് റസ്ക് ഉണ്ട് ഗൈസ്. അങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഇത് കൊടുത്തു അങ്ങനെ നമ്മളിപ്പോൾ ഇങ്ങനെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ പുറക്ക് വന്ന് ബത്തൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ബത്തൊക്കെ കട്ട് ചെയ്തിട്ട് എല്ലാവർക്കും തിന്നാന്ന്.
പിന്നെ അതിനിടയിൽ ഞാൻ ഡ്രസ്സ് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അതും കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവരും മാക്സിമം എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കട്ടെ എല്ലാവർക്കും. വീഡിയോ ആണ് നമ്മൾ ഫുള്ളായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ ഇതാണ് എടുത്തിട്ടുണ്ടായ ഡ്രസ്സ്. അപ്പോൾ ഇത്ര തന്നെയാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി അടുത്ത പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ, ടേക്ക് കെയർ.